ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ഷിംജിത മുസ്തഫയ്ക്ക് തിരിച്ചടി. ഷിംജിത സമർപ്പിച്ച ജാമ്യാപേക്ഷ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി തള്ളിയതോടെ പ്രതി ജയിലിൽ തുടരും. കേസിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ശക്തമായ വാദങ്ങൾ പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം. സോഷ്യൽ മീഡിയയിൽ പ്രശസ്തിയും സാമ്പത്തിക ലാഭവും ലക്ഷ്യമിട്ടാണ് ഷിംജിത ദീപകിനെതിരെയുള്ള വീഡിയോ പ്രചരിപ്പിച്ചതെന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഔദ്യോഗികമായി പരാതിപ്പെടാതെ വീഡിയോ മാത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ദുരുദ്ദേശപരമാണെന്നും ദീപകിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ വീഡിയോയാണെന്നും പോലീസ് ഉറപ്പിച്ചു. ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും സമാനമായ രീതിയിൽ മറ്റ് വ്ലോഗർമാരും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് കൂടുതൽ ആത്മഹത്യകളിലേക്ക് നയിക്കാമെന്ന മുന്നറിയിപ്പും പോലീസ് നൽകി. ഈ മാസം 21-നാണ് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പിടികൂടിയത്. ബസ്സിൽ വെച്ച് തനിക്ക് ലൈംഗികാതിക്രമം നേരിട്ട് വന്ന മൊഴിയിൽ ഷിംജിത ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ദീപകിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് ഷിംജിതയ്ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.